ജൂലൈ 30-ന് റഷ്യയിലെ കംചത്ക ഉപദ്വീപിന് സമീപമുണ്ടായ 8.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ശാന്തസമുദ്ര മേഖലയിലെ രാജ്യങ്ങളെ ഒന്നടങ്കം ഞെട്ടിച്ച ഒരു പ്രകൃതി ദുരന്തമായിരുന്നു. US ജിയോളജിക്കൽ സർവേ ആദ്യം 8.7 എന്ന് കണക്കാക്കിയ ഈ ഒരു ഭൂകമ്പം 1952-ന് ശേഷം ഈ ഒരു മേഖലയിൽ ഉണ്ടായ ഏറ്റവും ശക്തമായ ഭൂകമ്പമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. പെട്രോപാവ് ലോവ്സ്ക് കംചത്സ്കി നഗരത്തിൽ നിന്ന് ഏകദേശം 119 കിലോമീറ്റർ അകലെ ഭൂമിയുടെ ഉപരിതലത്തിനടിയിൽ ടെക്ടോണിക് പ്ലേറ്റുകളുടെ സംഘർഷം മൂലമുണ്ടായ ഈ ഒരു ഭൂകമ്പം പ്രദേശവാസികളെ പരിഭ്രാന്തിയിലാഴ്ത്തിയിരുന്നു. തെരുവുകളിലേക്ക് ഓടിയിറങ്ങിയ ജനങ്ങൾ, വൈദ്യുതി തടസ്സങ്ങൾ, മൊബൈൽ നെറ്റ്വർക്കുകളുടെ തകരാർ, കെട്ടിടങ്ങൾക്ക് ഘടനാപരമായ കേടുപാടുകൾ എന്നിവ നേരിട്ടു. എന്നാൽ ഈ ഭൂകമ്പത്തിന്റെ ആഘാതം കംചത്കയിൽ മാത്രം ഒതുങ്ങിയില്ല. ശാന്തസമുദ്ര മേഖലയിലെ ജപ്പാൻ, ഹവായ്, അലാസ്ക, ന്യൂസിലൻഡ്, റഷ്യയുടെ കുരൽ ദ്വീപുകൾ തുടങ്ങിയ പ്രദേശങ്ങളിൽ സുനാമി മുന്നറിയിപ്പുകൾ പുറപ്പെടുവിക്കാൻ ഇത് കാരണമാവുകയും ചെയ്തിരുന്നു. ജപ്പാൻ കാലാവസ്ഥാ ഏജൻസി റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ഹൈക്കോഡോയുടെ കിഴക്കൻ തീരത്തുള്ള നെമുറോയിൽ ഏകദേശം 1 അടി ഉയരമുള്ള ആദ്യത്തെ സുനാമി തിരമാല എത്തിയിരുന്നു. ഇതിനെ തുടർന്ന് ഹൈക്കൈഡോ, ഹോൺഷു തീരങ്ങളിൽ സുനാമി മുന്നറിയിപ്പുകളും ഷിക്കോക്കു, ക്യുഷു, ഒക്കിനാവ എന്നിവിടങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശങ്ങളും നൽകപ്പെട്ടു. പസഫിക് സുനാമി മുന്നറിയിപ്പ് കേന്ദ്രം ഹവായ്, ചിലി, സോളമൻ ദ്വീപുകൾ തുടങ്ങിയ പ്രദേശങ്ങളിൽ 1 മുതൽ 3 മീറ്റർ വരെ ഉയരമുള്ള തിരമാലകൾക്കും റഷ്യയുടെയും ഇക്വഡോറിന്റെയും ചില ഭാഗങ്ങളിൽ അതിലും വലിയ തിരമാലകൾക്കും സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പ് നൽകിയിരുന്നു. ന്യൂസിലാൻഡിൽ കടൽ തീരങ്ങളിൽ നിന്നും നദികളിൽ നിന്നും തുറമുഖങ്ങളിൽ നിന്നും ആളുകളെ വിട്ടുനിൽക്കാൻ അധികാരികൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. ശക്തവും അസാധാരണവുമായ കടൽ പ്രവാഹങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ചൂണ്ടിക്കാട്ടി. ഈ ഭൂകമ്പം ശാസ്ത്രീയവും സാമൂഹികവുമായ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ജാപ്പനീസ് ബാബ വോങ്ക എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന തത്സുഗി 1999 പ്രസിദ്ധീകരിച്ച 2021 പുനഃപ്രസിദ്ധീകരിച്ച ദി ഫ്യൂച്ചർ ഐ സോ എന്ന മാംഗ പുസ്തകത്തിൽ 2025 ജൂലൈയിൽ ജപ്പാനിൽ ഒരു ഭയാനകമായ ഭൂകമ്പവും സുനാമിയും ഉണ്ടാകുമെന്ന് പ്രവചിച്ചിരുന്നു. അവർ പ്രത്യേകമായി പറഞ്ഞത് ജൂലൈ 5-ന് ദക്ഷിണ ജപ്പാനിലെ കടൽ തിളയ്ക്കും എന്നാണ്. അവർ പറഞ്ഞ ഈ ഒരു തീയതി സംഭവങ്ങളൊന്നുമില്ലാതെ കടന്നുപോയെങ്കിലും ജൂലൈ 30-നുണ്ടായ ഭൂകമ്പം ജപ്പാനെ നേരിട്ട് ബാധിക്കാതിരുന്നെങ്കിലും രാജ്യത്തെ ഉയർന്ന് ജാഗ്രതയിലാക്കിയിരുന്നു. എക്സ്പോയിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഉപയോക്താക്കൾ തത്സുഗിയുടെ പ്രവചനത്തിന്റെ കൃത്യതയെക്കുറിച്ച് അത്ഭുതം പ്രകടിപ്പിച്ചു. റഷ്യൻ തീരത്തെ 8.8 തീവ്രതയുള്ള ഭൂകമ്പത്തിന് ശേഷം ജപ്പാന്റെ തീരപ്രദേശങ്ങളിൽ 3 അടി ഉയരമുള്ള സുനാമി മുന്നറിയിപ്പ്. 2011-ലെ ഭൂകമ്പം പ്രവചിച്ച റിയോ തത്സുഗി വീണ്ടും ശരിയാകുന്നു എന്നും ഈ ജാപ്പനീസ് സ്ത്രീയുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്നു എന്നും ഉപയോക്താക്കൾ കുറിച്ചു. ചിലർ കൃത്യമായ തീയതിയിലെ പിഴവ് ചൂണ്ടിക്കാട്ടിയെങ്കിലും തീയതി തെറ്റിയാലും റിയോ തത്സുഗിയെ ബഹുമാനിക്കണമെന്നവർ അഭിപ്രായപ്പെട്ടു. തത്സുഗിയുടെ പ്രവചനം 2011-ലെ 9 തീവ്രതയുള്ള ടൊഹോക്കു ഭൂകമ്പവും 130 അടി ഉയരമുള്ള സുനാമി തിരമാലകളും മുൻകൂട്ടി പ്രവചിച്ചിരുന്നു എന്നത് അവരുടെ പ്രശസ്തിയെ വർദ്ധിപ്പിച്ചു. അവർ വിവരിച്ച ഭയാനകമായ ദൃശ്യം ജപ്പാനും ഫിലിപ്പൈൻസിനും ഇടയിലുള്ള കടലിനടിയിൽ ഒരു വിള്ളൽ, 2011-നേക്കാൾ 3 ഇരട്ടി ഉയരമുള്ള തിരമാലകൾ, ശാന്തസമുദ്ര തീരദേശ രാജ്യങ്ങളുടെ നാശം. ഈ സംഭവവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അത്ര വിനാശകരമല്ലെങ്കിലും പൊതുജനങ്ങളുടെ ഭാവനയെ പിടിച്ചുകുലുക്കി. ശാസ്ത്രീയമായി ഭൂകമ്പങ്ങൾ കൃത്യമായ സമയവും സ്ഥലവും നിർണയിച്ചു പ്രവചിക്കാൻ നിലവിലെ സാങ്കേതികവിദ്യ അപര്യാപ്തമാണെന്ന് ഭൂകമ്പ ശാസ്ത്രജ്ഞർ വ്യക്തമാക്കുന്നു. ശാന്തസമുദ്രത്തെ ചുറ്റപ്പറ്റിയുള്ള റിംഗ് ഓഫ് ഫയർ എന്നറിയപ്പെടുന്ന ടെക്ടോണിക് മേഖല ഭൂമിയുടെ പ്ലേറ്റുകൾ തമ്മിൽ സംഘർഷിക്കുന്ന അസ്ഥിരമായ ഒരു പ്രദേശമാണ്. ഈ മേഖലയിൽ ഭൂകമ്പങ്ങളും സുനാമികളും പതിവാണ്. എന്നാൽ അവയുടെ കൃത്യമായ സമയം പ്രവചിക്കാൻ സാധിക്കാത്തതിനാൽ ശാസ്ത്രജ്ഞർ തയ്യാറെടുപ്പുകൾ, പൊതുജന വിദ്യാഭ്യാസം, മെച്ചപ്പെട്ട മുന്നറിയിപ്പ് സംവിധാനങ്ങൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. റിയോ തത്സുഗിയുടെ പ്രവചനങ്ങൾ ശാസ്ത്രീയമല്ലെങ്കിലും അവ പൊതുജനങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുകയും പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളെ ജനകീയമാക്കുകയും ചെയ്തു. ഉദാഹരണത്തിന് 2011-ലെ ടൊഹോക്കു ഭൂകമ്പം ജപ്പാന്റെ വടക്കു കിഴക്കൻ തീരത്തെ തകർത്തപ്പോൾ ആണവോർജ്ജ പ്ലാന്റായ ഫുകുഷിയാമ ദ്വൈച്ചയിലുണ്ടായ അപകടം ലോകമെമ്പാടും ഞെട്ടലുണ്ടാക്കിയിരുന്നു. ഈ സംഭവം പ്രകൃതി ദുരന്തങ്ങളുടെ വിനാശകരമായ ആഘാതവും അവയെ പ്രവചിക്കാനുള്ള മനുഷ്യന്റെ പരിമിതികളും വ്യക്തമാക്കി. റിയോ തത്സുഗിയെ പോലുള്ളവരുടെ പ്രവചനങ്ങൾ ശാസ്ത്രത്തിന്റെ പരിമിതികളെ മറികടക്കാൻ ശ്രമിക്കുന്ന മനുഷ്യന്റെ ആഗ്രഹത്തെ പ്രതിനിധീകരിക്കുന്നു. എന്നാൽ ശാസ്ത്രജ്ഞർ ഊന്നി പറയുന്നത് പ്രവചനങ്ങളെക്കാൾ ഭൂകമ്പ പ്രതിരോധ കെട്ടിടങ്ങൾ, ദുരന്ത നിവാരണ പദ്ധതികൾ, പൊതുജനങ്ങളുടെ ബോധവൽക്കരണം എന്നിവയൊക്കെയാണ് ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിന് അനിവാര്യമായത് എന്നാണ്. ഈ സംഭവം മനുഷ്യന്റെ ശാസ്ത്രീയവും ആത്മീയവുമായ ലോകവീക്ഷണങ്ങൾ തമ്മിലുള്ള ഒരു സംഘർഷത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. ഒരു വശത്ത് ഭൂകമ്പശാസ്ത്രം, ടെക്ടോണിക് പ്ലേറ്റുകളുടെ ചലനം, സുനാമി രൂപീകരണം എന്നിവയെക്കുറിച്ചുള്ള ശാസ്ത്രീയ വിശദീകരണങ്ങൾ നിലനിൽക്കുമ്പോൾ മറുവശത്ത് റിയോ തത്സുഗിയെ പോലുള്ളവരുടെ ദർശനങ്ങൾ മനുഷ്യന്റെ അജ്ഞാതമായ കാര്യങ്ങളോടുള്ള ആകർഷണത്തെ പ്രകടമാക്കുന്നു. ഈ 2 ലോകവീക്ഷണങ്ങളും പ്രകൃതി ദുരന്തങ്ങളെ നേരിടാനുള്ള മനുഷ്യന്റെ ശ്രമങ്ങളെ വ്യത്യസ്ത രീതിയിലാണ് സമീപിക്കുന്നത്.
ഉദാഹരണത്തിന് ജപ്പാനിൽ ഭൂകമ്പ പ്രതിരോധ കെട്ടിടങ്ങൾ, മുന്നറിയിപ്പ് സംവിധാനങ്ങൾ, ജനങ്ങളെ ഒഴിപ്പിക്കാനുള്ള പദ്ധതികൾ എന്നിവ ശാസ്ത്രീയമായ തയ്യാറെടുപ്പിന്റെ ഭാഗമാണ്. എന്നാൽ തത്സകയുടെ പ്രവചനങ്ങൾ മനുഷ്യന്റെ ഭാവനയെയും വിശ്വാസത്തെയും ആശ്രയിക്കുന്നു. ഇത് ശാസ്ത്രത്തിന്റെ പരിമിതികളെ മറികടക്കാൻ ശ്രമിക്കുന്ന ഒരു മനോഭാവത്തെ പ്രതിനിധീകരിക്കുന്നു. ഈ ഒരു സംഭവം പ്രകൃതി ദുരന്തങ്ങളോടുള്ള മനുഷ്യന്റെ പ്രതികരണത്തെ ശാസ്ത്രവും വിശ്വാസവും തമ്മിലുള്ള ഒരു സംവാദമാക്കി മാറ്റി. ഒപ്പം ഇത്തരം പ്രകൃതി ദുരന്തങ്ങളെ നേരിടാനുള്ള മനുഷ്യന്റെ തയ്യാറെടുപ്പിന്റെ പ്രാധാന്യത്തെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു.